ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ജീവനക്കാരോട് വിശദീകരണം തേടി ആരോഗ്യ വകുപ്പ്. സംഭവ ദിവസം ഡ്യൂട്ടിക്ക് കയറിയ 3 ഷിഫ്റ്റിലെ 10-ലധികം ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ന്യൂസ് 18 വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലുണ്ടായി. ഏറ്റവും ഒടുവിൽ ആരോഗ്യ വകുപ്പും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഒരു കാരണം കാണിക്കൽ നോട്ടീസിനപ്പുറം എന്ത് നടപടി സ്വീകരിക്കും? കൂടി തന്നെയാണ് ഒടുവിൽ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. നമ്മൾക്കറിയാം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുത്തപ്പോൾ പോലും ആരോഗ്യ വകുപ്പ് ഈ കുട്ടിയുടെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവം, അതും പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയ ഒരു 7 വയസ്സുകാരനാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഗുരുതരമായ അനാസ്ഥ മൂലം ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉപയോഗിച്ച ശേഷം, അതായത് വേറെ ഏതോ രോഗിക്ക് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി ജീവനക്കാർ ഉപേക്ഷിച്ച സിറിഞ്ചിലെ സൂചി ആ കുട്ടിയുടെ തുടയിൽ തുളച്ചു കയറിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത്. ജൂലൈ 19 ജോലിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരോടും കാരണം കാണിക്കൽ നോട്ടീസ് ഏകദേശം 10-ലധികം ജീവനക്കാർ 3 ഷിഫ്റ്റുകളിലായി ആശുപത്രിയിൽ അന്നത്തെ ദിവസം കാഷ്വാലിറ്റിയിലടക്കം ജോലി ചെയ്തിട്ടുണ്ട്. ഇവരോടാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് ചോദിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ 12 ദിവസത്തിനുള്ളിൽ ഇവര് ഈ കാരണം കാണിക്കൽ നോട്ടീസിന് വിശദമായ വിശദീകരണം നൽകണമെന്ന് മാത്രമല്ല, ആരോഗ്യവകുപ്പ് ആ ആശുപത്രിയിൽ 19-ാം തീയതി ചികിത്സ തേടിയ മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ തേടുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ എത്തിയ രോഗികൾ, ഒപ്പം തന്നെ അവർ സ്വീകരിച്ച മരുന്നുകൾ, അത്തരത്തിൽ അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ആരോഗ്യവകുപ്പ് DMOയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കായംകുളം താലൂക്ക് ആശുപത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ തിരക്കിട്ട് എത്തിയ രോഗികളെ സംബന്ധിച്ചൊക്കെ മുഴുവൻ വിശദാംശങ്ങൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 7 വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ആ കുഞ്ഞിന് 14 വർഷത്തേക്ക് തുടർച്ചയായി HIV TB ടെസ്റ്റുകൾ ചെയ്യേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ആ കുട്ടിയെയും കുടുംബത്തെയും കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഈ സംഭവം. അതാണ് ശരണ്യ, ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ 14 വർഷത്തോളം ഈ കുടുംബത്തിന് ഈ കുട്ടിയുമായി പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ തുടർ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം, അതോടൊപ്പം ഇവരനുഭവിച്ച മാനസികമായ ബുദ്ധിമുട്ടടക്കമുണ്ട്, കുട്ടി അനുഭവിച്ച വേദനയുണ്ട്. ഇതിനൊരു നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തയ്യാറാകുമോ? അത്തരത്തിലുള്ള നടപടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസിൽ ഈ സംഭവത്തിൽ സ്വമേധയാ കേസ് എടുത്തിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരി അടക്കം പറഞ്ഞത് ഓരോ കാര്യങ്ങൾക്കും, അതായത് ആശുപത്രിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് കൃത്യമായ പ്രൊസീജിയർ അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ. അത് ആശുപത്രിയിലെ ബെഡ്ഷീറ്റ് വിരിക്കുന്നതാണെങ്കിലും ബെഡുകൾ ക്രമീകരിക്കുന്നതാണെങ്കിലും ഉപയോഗിച്ച സൂചി നശിപ്പിക്കുന്നതിൽ പോലും ഓരോ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഇടമാണ് ആശുപത്രി. അത്തരത്തിലൊരു വലിയ പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഈ ടോം നേരത്തെ ചോദിച്ചതുപോലെ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ലഭിക്കേണ്ടതാണ്. കാരണം ആ കുട്ടി ആദ്യത്തെ ദിവസം തന്നെ, അതായത് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പനി ബാധിച്ച് രാത്രി 11 മണിയോടെയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആ കുട്ടിയെ അവിടെ കാഷ്വാലിറ്റി ബെഡിൽ ഇരിക്കുമ്പോഴാണ് കുട്ടിയുടെ ശരീരത്തിൽ ആ സൂചി തുളച്ചു കയറുന്നത്. അതിനുശേഷം ഈ കുട്ടിയെ HIV പരിശോധനയ്ക്കായി അയക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെയും ഒരു സർക്കാർ ആശുപത്രിയിൽ എത്തിയപ്പോൾ കുട്ടിക്ക് വേണ്ട ചികിത്സ ലഭ്യമായില്ല എന്നുള്ളതാണ്. അതായത് 72 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് നൽകേണ്ട ഒരു ടെസ്റ്റ് ആശുപത്രിയിൽ ലഭ്യമാകേണ്ടത് അവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ പോയി ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ആ സംവിധാനം പ്രയോഗിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഗുണം അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ആ വണ്ടാനം ആശുപത്രിയിൽ നിന്ന് പോലും അത്തരത്തിലൊരു നീക്കം അവർക്കുണ്ടായില്ല. തുടർന്ന് ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി 72 മണിക്കൂറിനുള്ളിൽ കിട്ടേണ്ട ടെസ്റ്റ് 4 ദിവസത്തിന് ശേഷമാണ് ആ കുടുംബാംഗങ്ങൾക്ക് ലഭ്യമായത്. അത്തരത്തിലുള്ള പിഴവുകൾ അടക്കമുള്ള ഒരു കേസാണിത്. മാത്രമല്ല, ഈ കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോടതിയെ സമീപിക്കാൻ തന്നെയാണ്. അവർ നിയമപരമായ കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്.
അവിടെയാണ് പനി ബാധിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു രാത്രി മുഴുവൻ ഇത്തരത്തിൽ അരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഒരു അച്ഛന് അലയേണ്ടി വന്നത്. ഒപ്പം തന്നെ ഈ 14 വർഷത്തേക്ക് അവരുടെ ജീവിതത്തിൽ തീകോരി ഇട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഒരു കുഞ്ഞിന്റെ ജീവിതം ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതിന് വെറുതെ വിടാൻ ആ കുടുംബം ഉദ്ദേശിക്കുന്നില്ല. അവർ ആ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കർശനമായി ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ അച്ഛനുമായി DMO കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരോടും ഈ കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആശുപത്രിയിൽ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചിക്ക് കൃത്യമായും ആശുപത്രി അധികൃതർ തന്നെയാണ് ഉത്തരവാദികൾ. 14 വർഷത്തേക്ക് വേണ്ട ടെസ്റ്റുകൾ ഓരോ 3 മാസം കൂടുമ്പോഴും HIV TB ടെസ്റ്റുകൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം. മറുപടി നൽകേണ്ടത് ഈ കുറ്റക്കാരായിട്ടുള്ളവരെ, ഈ വീഴ്ച വരുത്തിയ ജീവനക്കാരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതോടൊപ്പം ഈ കുടുംബത്തിന്, ഈ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയുള്ള നടപടിയും ആരോഗ്യവകുപ്പ് സ്വീകരിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.